Hi students, good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കഴിഞ്ഞ JEE മെയിനിലെ 29/1/2023 മോർണിംഗ് ഷിഫ്റ്റിൽ നടന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയാൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോർമലി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ആദ്യം യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ചാപ്റ്റർ ഇപ്പോൾ സെക്കൻഡ് ഇയറിലെ ടൈംസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിസ്റ്റ് ഫസ്റ്റ് കോളത്തിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി, സെക്കൻഡ് കോളത്തിൽ ഡയമെൻഷണൽ ഫോർമുല. ആദ്യത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. പ്രഷർ ഗ്രേഡിയൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയൻ്റ് പ്രഷർ ബൈ ഡിസ്റ്റൻസിന് ഇക്വലൻ്റ് ആണ് അല്ലേ. പ്രഷർ ഗ്രേഡിയൻ്റ് which is equal to pressure by distance or pressure by length in equivalent ആണ്. pressure by distance അല്ലെങ്കിൽ pressure by length. നമുക്കറിയാം പ്രഷറിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഫോഴ്സ് ബൈ ഏരിയ ആണ്. m1 L⁻⁻1 T⁻². ഫോഴ്സ് ബൈ ഏരിയ എടുത്താൽ മതിയല്ലോ. അപ്പോൾ m1 L⁻⁻1 T⁻² ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് L⁻⁻1. അപ്പോൾ പ്രഷർ ഗ്രേഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത് m1 L⁻⁻2 T⁻² എന്നാണ്. അപ്പോൾ നമ്മൾ പ്രഷർ ഗ്രേഡിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നോക്കുമ്പോൾ m1 L⁻⁻2 T⁻² വരുന്നത് രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഫസ്റ്റിലും തേർഡിലും അത് വരുന്നുണ്ട്. ഫസ്റ്റിലും തേർഡിലും വരുന്നുണ്ട്. അപ്പോൾ 2ഉം 4ഉം അല്ലെന്ന് മനസ്സിലായി. അടുത്ത എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്തിന് ഇക്വലൻ്റാണ്? എനർജി ബൈ വോളിയം. അത് പ്രഷറിന് യങ്സ് മോഡുലസ്. പിന്നെ എന്താ പ്രഷർ, എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി വരാം, മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി വരാം അല്ലേ. അപ്പോൾ ഇതൊക്കെ പ്രഷറിൻ്റെ അതേ ഡയമെൻഷനിൽ വരുന്ന ടൈമാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. എനർജി ഡെൻസിറ്റി മീൻസ് എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം. എനർജി ഡെൻസിറ്റി ഡയമെൻഷനലി ഈക്വലൻ്റ് ആരാണ്? യങ്സ് മോഡുലസ്, പ്രഷർ, റിജിഡിറ്റി മോഡുലസ്. ഇതിനൊക്കെ സെയിം ഡയമെൻഷനാണ്. എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. പ്രഷറിന് ഐഡൻറ്റിക്കൽ ഡയമെൻഷനുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എനർജി ഡെൻസിറ്റി. അപ്പോൾ എനർജി ബൈ വോളിയം ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അത് കറക്റ്റ് കിട്ടും. അപ്പോൾ ഇത് m1 L⁻⁻1 T⁻². അപ്പോൾ എനർജി ഡെൻസിറ്റിക്ക് ഈക്വലൻ്റ് ആയിട്ട് വരുന്നത് m1 L⁻⁻1 T⁻². അപ്പോൾ രണ്ടിലും അതും സെയിം ആണ്. അപ്പോൾ എയിലും സിയിലും ഒന്നോ തേർഡോ ആണ് ആൻസർ എന്ന് മനസ്സിലായി. അപ്പോൾ ഒന്നിനും തേർഡിനും അത് സെയിം ആണ്. അടുത്ത ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് ചാർജ് അല്ലേ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ചാർജ് വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല m1 L1 T⁻². ചാർജ് ആംബിയർ ഇൻറ്റു ടൈം. അപ്പോൾ ഇത് വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല വരുന്നത് m1 L1 T⁻⁻3 A⁻⁻1. ഇപ്പോൾ m1 L1 T⁻⁻3 A⁻⁻1. അപ്പോൾ m1 L1 T⁻⁻3. അപ്പോൾ സിക്ക് വരേണ്ടത് ഫോർത്ത് ഓപ്ഷനാണ്. അപ്പോൾ സിക്ക് ഫോർത്ത് ഓപ്ഷൻ വരുമ്പോൾ ഇവിടെ ഇത് തെറ്റിയുണ്ടോ? അപ്പോൾ പിന്നെ ഇതാണ് കറക്റ്റ് ആൻസർ. പിന്നെ അടുത്ത ഒന്നുകൂടെ നോക്കാം, ലേറ്റൻറ്റ് ഹീറ്റ്. ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? എനർജി ബൈ മാസ് ആണ്. കാരണം എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി അബ്സോർബ്ഡ് ഫോർ സ്റ്റേറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ് ആണ്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്തായിരിക്കും? അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി, എന്നാലും ഞാൻ ഒന്നുകൂടെ അത് പറഞ്ഞതേ ഉള്ളൂ. ലേറ്റൻറ്റ് ഹീറ്റ് യൂണിറ്റ് മാസുള്ള ബോഡി അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ചിന് എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ് ലേറ്റൻറ്റ് ഹീറ്റ്. അപ്പോൾ ലേറ്റൻറ്റ് ഹീറ്റിനെ L എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് Q ഡിവൈഡഡ് ബൈ M ആണ്. ലേറ്റൻറ്റ് ഹീറ്റ് ഫ്യൂഷൻ Q എന്ന് പറഞ്ഞാൽ ഇവിടെ എനർജിയാണ്. എനർജിയിൽ അത് വർക്കിന് ഇക്വലൻ്റ് ആണ്. m1 L2 T⁻² ഡിവൈഡഡ് ബൈ മാസ് m1. അപ്പോൾ നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടുന്നത് m0 L⁻2 T⁻². അപ്പോൾ നിങ്ങൾ നോക്കിയാൽ m0 L⁻2 T⁻². കറക്റ്റ് D = 1. അപ്പോൾ ഇത് വെറുതെ ഡയമെൻഷണൽ ഫോർമുലയിൽ നിന്നുള്ള
ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 3 എണ്ണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ ആദ്യത്തെ ഓപ്ഷൻസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്ത് കളയാം. രണ്ടാമത്തത്, in a cuboid of dimension 2L into L, a charge Q is placed at the center of the surface S having area 4L square. Flux through the opposite surface S is given by. ഞാനിതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കുബോയിഡിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ 2L into 2L. അപ്പോൾ അതിൻ്റെ ആ ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇത് 2L, ഇത് 2L, അപ്പോൾ ഇത് L. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2L ഡയമെൻഷനുള്ള അതുപോലെ ഒരു ക്യൂബോയിഡ് നമ്മൾ ഇതിനകത്ത് എൻക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യൂബോയിഡിൻ്റെ ഈ 2 ക്യൂബോയിഡും കൂടെ ചേർന്ന് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ചാർജ് എന്താവും? Q ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് കറക്റ്റ് ഇതിൻ്റെ ഈ ക്യൂബോയിഡിൻ്റെ ഈ സർഫസിലാണ് ഇരിക്കുന്നത്. 2L ഡയമെൻഷനുള്ള ഈ സർഫസിലായിരിക്കുന്നത്. അപ്പോൾ ഗോസ് തിയറം പ്രകാരം ടോട്ടൽ ചാർജ് ത്രൂ ദ 2 ക്യൂബോയിഡ്, അല്ലെങ്കിൽ ടോട്ടൽ ഫ്ലക്സ്, ഇത് രണ്ടും കൂടെ വരുന്ന ടോട്ടൽ ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ ഇതിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0. അങ്ങനെയാണെങ്കിൽ ഫ്ലക്സ് ത്രൂ ഓപ്പോസിറ്റ് ഫേസ്, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ഇതിലെ ഓപ്പോസിറ്റ് ഫേസിലൂടെ പുറത്തിറങ്ങുന്നത്, ഇതാണ് ഫേസ് എങ്കിൽ ഇത് മൊത്തം 6 ഫേസ് ഉണ്ട് അല്ലേ? ഇതിവിടെ എൻക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1, 2, 3, 4 ഇതുപോലെ 6 ഫേസ് എൻക്ലോസ് ചെയ്ത ഒരു ക്യൂബോയിഡ് വെച്ചിട്ടാണ് ഇതിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ത്രൂ 1 ഫേസ് എടുത്താൽ പോരെ, ത്രൂ 1 ഫേസ് വിച്ച് ഈസ് ഈക്വൽ ടു, അതിന് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ 6 എടുത്താൽ. ഇത് NCERT-യിലുള്ള ക്വസ്റ്റ്യനാണ്. Q/6ε0. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ആ ഒരു ഫേസിലൂടെ പുറത്തോട്ട് ഇറങ്ങുന്ന ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ Q/6ε0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന ക്യൂബോയിഡിൻ്റെ ഡയമെൻഷൻ 2L, L, അതുപോലെ ഒരെണ്ണം എൻക്ലോസ് ചെയ്തിട്ട് ഇത് ടോട്ടൽ എൻക്ലോസ് ചെയ്യുന്ന ചാർജ് Q ആണെങ്കിൽ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ ഓൾ ക്യൂബോയിഡ് എന്ന് പറയുന്നത് Q/6ε0 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലൂടെ എത്രത്തോളം ഫ്ലക്സ് പുറത്തോട്ട് ഇറങ്ങുന്നു? അപ്പോൾ ഈ പറയുന്ന ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലൂടെ പുറത്തോട്ട് ഇറങ്ങുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് അതിൻ്റെ 6 ഫ്ലക്സ് മാത്രമേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലൂടെ പുറത്തേക്ക് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ നമുക്ക് Q/6ε0 എന്ന് കൊടുക്കാം. ഫ്ലക്സ് ത്രൂ ദ ഓപ്പോസിറ്റ് സർഫസ് ഓഫ് S ഈസ് ഗിവൺ ബൈ. അപ്പോൾ ആ എസിൻ്റെ ഓപ്പോസിറ്റ് സർഫസിലൂടെ പുറത്തോട്ട് ഇറങ്ങുന്ന ഫ്ലക്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസിലാക്കി കഴിഞ്ഞാൽ ഈ സർഫസിൻ്റെ ഓപ്പോസിറ്റ് ഫേസിലെ ഫ്ലക്സ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. Q/6ε0. അടുത്ത ക്വസ്റ്റ്യൻ, റേഷ്യോ ഓഫ് തെർമൽ എനർജി റിലീസ്ഡ് ഇൻ 2 റെസിസ്റ്റർ R and 3R കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ അറിയാം തെർമൽ എനർജി എന്ന് പറയുന്നത് ഹീറ്റ് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹീറ്റ് എനർജി ഈസ് ഈക്വൽ ടു, ഇപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ നമുക്ക് പവർ V²/R എന്ന് എടുക്കാം. V²/R ഇൻറ്റു T. കാരണം റെസിസ്റ്ററുകൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പോൾ ഒരു ഗിവൺ ടൈം കൊണ്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന തെർമൽ എനർജി എന്ന് പറയുന്നത് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്, ടൈം സെയിം ആണ്. അപ്പോൾ ഇവിടെ ഹീറ്റ് എനർജി ഡെവലപ്ഡ് അക്രോസ് ദ റെസിസ്റ്റർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഓൺ ഓമിക് റെസിസ്റ്റൻസ്. അപ്പോൾ ഒന്നാമത്തെ റെസിസ്റ്ററിൽ അക്രോസ് ആയിട്ട് കൊടുക്കുന്നത് തെർമൽ എനർജി ബൈ രണ്ടാമത്തെ അക്രോസ് ആയിട്ടുള്ള തെർമൽ എനർജി, റിവേഴ്സ് റിലേഷൻ ഓഫ് റെസിസ്റ്റൻസ് കൊടുത്താൽ മതി, R2 ഡിവൈഡഡ് ബൈ R1. ഇവിടുത്തെ R2 എന്ന് പറയുന്നത് 3R ആണ്, 3R, മറ്റേത് R. അപ്പോൾ ആൻസർ വരുന്നത് 3:1 എന്നായിരിക്കും. 3:1 അല്ലേ? 3:1. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഈ ഓപ്ഷൻ ആയിരിക്കും, 3:1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നേരെ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എടുത്താൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്ത എ സിംഗിൾ കറണ്ട് ക്യാരിങ് ലൂപ്പ് വയർ. അപ്പോൾ ആ കറണ്ട് ക്യാരിങ് ലൂപ്പ് വെച്ചിരിക്കുന്നത് XY പ്ലെയിനിലാണ്, ആ ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ XYZ പ്ലെയിനിൽ ഈ XY പ്ലെയിനിൽ ഒറിജിൻ 0, 0, 0യിൽ അപ്പോൾ ഇതാണ് X ആയിട്ട് എടുത്തിരിക്കുന്നത്, XYZ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ് സീൻ ഫ്രം പോസിറ്റീവ് Z ഡയറക്ഷൻ. അപ്പോൾ പോസിറ്റീവ് Z ഡയറക്ഷനിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിൽ പ്ലോട്ട് ഓഫ് J കമ്പോണൻറ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ്
എ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ മാഗ്നറ്റിക് ഫീൽഡ് ലെസ് ദാൻ റേഡിയസ് ഓഫ് കോയിൽ, ആ ഒരു കോയിലിൻ്റെ റേഡിയസിനെക്കാട്ടിയും കുറവാണ് ആ പോയിൻ്റ് എയുടെ വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻഡ് വൈ ഇസഡ് പ്ലെയിൻ വേഴ്സസ് ഇസഡ് കോർഡിനേറ്റ് അത് എങ്ങനെ ഇരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് വേണ്ടത് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഏത് കമ്പോണൻ്റ് ആണ്? നെറ്റ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വൈ കമ്പോണൻ്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഫീൽഡ് ലൈൻസ് നമ്മൾ ഈ കോയിലിലെ ഫീൽഡ് ലൈൻസ് നമ്മൾ പിക്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പ്ലസിലും മൈനസ് ഇസഡിലേക്ക് ഇങ്ങനെ സ്പ്രെഡായി പോകും. അപ്പോൾ ഫീൽഡ് ലൈൻസ് നമുക്ക് പോസിറ്റീവ് ഇസഡിലും നെഗറ്റീവ് ഇസഡിലുമായിട്ട് ഇങ്ങനെ ഇതിലെ ഈ കോയിലിലെ ഫീൽഡ് ലൈൻസിൻ്റെ പിക്ചറൈസേഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കറവായിട്ട് പോകും നമുക്ക് കാണാം. ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ആയിരിക്കുമല്ലോ ഏറ്റവും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ചുറ്റും ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. പ്ലസ് ഇസഡിലേക്കും മൈനസ് ഇസഡിലേക്കും നിങ്ങൾക്ക് ആ ഒരു വൈ ഡയറക്ഷൻ നമ്മൾ അസ്യൂം ചെയ്താൽ നിങ്ങൾക്ക് ആ വൈ ഡയറക്ഷനിൽ ഇതിൻ്റെ ടാൻജൻറ്റ് നോക്കുമ്പോൾ കാണാം പ്ലസ് ഇസഡിലും മൈനസ് ഇസഡിലേക്കും ആയിരിക്കും. അതുപോലെ തന്നെ കറക്റ്റ് ഈ സെൻറ്ററിൽ, അതായത് ആ സെൻറ്ററിൽ ഈ പറയുന്ന ഫീൽഡിൻ്റെ വൈ കമ്പോണൻറ്റ് 0 ആയിരിക്കുകയും ചെയ്യും. പിന്നെ ആക്ച്വലി ഇത് കർവ് ആയിരിക്കുമല്ലോ, സ്ട്രൈറ്റ് ലൈൻ എന്തായാലും വരത്തില്ല, കോയിലല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫീൽഡ് വേരിയേഷൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് നെഗറ്റീവ് സെഡിലേക്കും പോസിറ്റീവ് സെഡിലേക്കും വേരി ചെയ്യുന്ന ഒരു കർവായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഇവിടെ സെൻറ്ററിൽ കറക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ ഫീൽഡ് ലൈൻസ് ഇതിന് ചുറ്റും ഇങ്ങനെ ആ ഒരു എ അകലത്തിൽ നമുക്കിതിൻ്റെ ഫീൽഡ് ലൈൻസിൻ്റെ പിക്ചറൈസേഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ പ്ലസ് ഇസഡിലേക്കും മൈനസ് ഇസഡിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഒരു കർവായിരിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ വേരിയേഷൻ വരുന്നത്. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ വേരിയേഷൻ. ഇവിടെ വരുമ്പോൾ 0 ആയി. പ്ലസിലും മൈനസിലും വരുന്ന ഓപ്ഷൻസ് വേണ്ടി വരും, നെഗറ്റീവിലും പ്ലസിലുമായിട്ട്. അപ്പോൾ ബാക്കിയൊന്നും ഓപ്ഷൻസ് പോസിബിൾ അല്ല. അടുത്ത ഇത് മൂൺ ചാർജിലെ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ അറ്റ് മിഡ് പോയിൻ്റ് ഓഫ് O ഡ്യൂ ടു കറണ്ട് അറേഞ്ച്മെൻറ്റ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ ഇതൊരു ഇൻഫിനിറ്റ്ലി ലോങ് വയറാണ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന വയർ എന്ന് പറയുന്നത് കറക്റ്റ് ആക്സിയൽ പോയിൻ്റാണ്. അപ്പോൾ ഫീൽഡ് ഡ്യൂ ടു എ ബി എന്ത് വരും? ഫീൽഡ് ഡ്യൂ ടു സെക്ഷൻ എ ബി എന്ന് പറയുന്നത് 0 ആയിരിക്കും, കാരണം അത് ആക്സിയൽ പോയിൻ്റാണ്. ആക്സിയൽ പോയിൻറ്റിലെ ഫീൽഡ് 0 ആയിരിക്കും. കറക്റ്റ് ഈ പറയുന്ന എ ബിക്ക് ഇവിടെ ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്തത് ഫീൽഡ് ഡ്യൂ ടു ബി സി, അതൊരു സെമി ഫൈനൈറ്റ് വയറാണ്. പക്ഷേ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ A/2 എന്ന് എടുക്കണം. അപ്പോൾ μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു I/A/2 വിച്ച് ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 2I/A എന്നായി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കാണാം കറണ്ട് താഴേക്കാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് പാം റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തമ്പ് ഇങ്ങോട്ട് വയ്ക്കുന്നു, ഔട്ട് ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇത് ഔട്ട് ദ പ്ലെയിൻ ആണ്. അടുത്ത സെക്ഷനിൽ DE എന്ന് പറയുന്ന സെക്ഷൻ കറക്റ്റ് അതിൻ്റെ ആക്സിയൽ പോയിൻ്റ് ആണ്. അപ്പോൾ ഫീൽഡ് ഡ്യൂ ടു ദ സ്ട്രൈറ്റ് വെയർ DE 0 ആണ്, ആക്സിയൽ പോയിൻ്റ് ആണ്, അത് 0 ആണ്. അടുത്ത ഫീൽഡ് ഡ്യൂ ടു EA എന്ന് പറയുന്ന സെക്ഷൻ ഈ സെമി ഫൈനൈറ്റ് വയറിൻ്റെ തന്നെ സെമി ഇൻഫിനൈറ്റ് വയറിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ ബി ഡ്യൂ ടു ET വിച്ച് ഈസ് ഈക്വൽ ടു അത് μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു I ഡിവൈഡഡ് ബൈ എന്താണ് A/2. അത് ഇതുപോലെ എന്ത് തന്നെ കിട്ടി, μ0 ബൈ 4π ഇൻറ്റു 2I/A ഔട്ട് ദ പ്ലെയിൻ എന്ന് കിട്ടി. ഔട്ട് ദ പ്ലെയിൻ തന്നെയല്ലേ വരുന്നത്. നോക്കി, കറണ്ട് മുകളിലേക്കാണ്, പാം അവിടെ വെച്ച് നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഔട്ട് ദ പ്ലെയിൻ. ഇവിടെ കറണ്ട് താഴേക്കാണ്, പാം അവിടെ വെച്ച് നോർമൽ എടുത്തു കഴിഞ്ഞാൽ ഔട്ട് ദ പ്ലെയിൻ. ഇപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷൻ ആകുമ്പോൾ 0 വരത്തില്ല. റിസൾട്ടൻ്റ് എടുക്കുമ്പോൾ നെറ്റ് ഫീൽഡ് ഈസ് ഈക്വൽ ടു എന്ത് വരും? P net ഈസ് ഈക്വൽ ടു μ0 ബൈ 4π ഇൻറ്റു 2I/A പ്ലസ് μ0 ബൈ 4π ഇൻറ്റു 2I/A. അപ്പോൾ 2 ഇൻറ്റു μ0 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 2I/A. അപ്പോൾ ഈ 2 ഇൻറ്റും 4 ആയി, 4ഉം 4ഉം കട്ടാകുമ്പോൾ μ0 I ഡിവൈഡഡ് ബൈ
പൈ എ എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്. അപ്പോൾ μ0/πa എന്ന് പറയുന്ന ഔട്ട് ദ പ്ലെയിനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർത്ത് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അടുത്ത നെക്സ്റ്റ് ഇൻഡക്ഷൻ ആൻഡ് എ സി എന്ന് പറയുന്ന സെക്ഷനിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇൻ ദ അറേഞ്ച്മെൻറ്റ് വെൻ എ സ്മോൾ സർക്കുലർ ലൂപ്പ് ഓഫ് റേഡിയസ് ആർ പ്ലേസ്ഡ് ഇൻസൈഡ് എ ലാർജ് സ്ക്വയർ L very greater than R ആണ്. ലൂപ്പ് ആർ കോപ്ലാനാർ ആൻഡ് സെൻറ്റേഴ്സ് കോയിൻസൈഡ്. അപ്പോൾ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഔട്ടർ സൈഡിലൂടെ ഒരു കറണ്ട് കടത്തി വിടുന്നു. ഇതിനെ പ്രൈമറി എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ ഇതൊരു സ്ക്വയർ ആണല്ലോ. അപ്പോൾ ആ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ ഇതുണ്ടാക്കുന്ന ഫീൽഡ് നിയർലി യൂണിഫോം ആയിട്ട് അങ്ങ് എടുക്കണം. അതിനുശേഷം ആ ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ് കറക്റ്റ് കടത്തിവിടാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്തൂടെ ഇതിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇവിടെ എത്ര ഫ്ലക്സ് ലിങ്കേജ് ചെയ്യും. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് കറണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കിട്ടും. അപ്പോൾ ആദ്യം ഇതിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം ഒരു സ്ക്വയർ കോമ്പിനേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സ്ക്വയർ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് 4 സ്ട്രൈറ്റ് വയർ ആയിട്ട് എടുക്കണം. ഇതൊരു സ്ക്വയർ പാർട്ട് ചെയ്യുന്നത് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലെ ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ സെൻറ്ററിലെ ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു സെക്ഷൻ എടുക്കുന്നു. ഇതിലൂടെ ഇങ്ങനെ കറണ്ട് കടന്നു പോകുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത്. കറക്റ്റ് ഈ സ്ക്വയറിൻ്റെ സെൻറ്റർ ആയിരിക്കും. ഇനി ഇതിവിടെ സബ്സ്റ്റൻറ്റ് ചെയ്യപ്പെടുന്ന ഈ ആംഗിൾ 45, ഈ ആംഗിൾ എത്രയാണ് 45. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കറണ്ട് തന്നെയാണല്ലോ ഇതിലെല്ലാത്തിലൂടെ ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു പേര് എ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന വയറുണ്ടാക്കുന്ന ഫീൽഡ് ഡ്യൂ ടു എ ബി ഇത് ഒരു എന്താണ് ഫൈനൈറ്റ് സ്ട്രൈറ്റ് വയറാണ്. ഇത് 45, ഇത് 45. ഈ R ഇവിടെ L/2 എന്ന് വരും. അപ്പോൾ ഒരു സ്ട്രൈറ്റ് വയറിൻ്റെ ഒരു ഒരു ഫൈനൈറ്റ് ഫൈൻ്റെ ഫീൽഡിൻ്റെ ഫോർമുല എന്താണ്? μ0/4π × I/R × sin φ1 + sin φ2 അല്ലെങ്കിൽ sin θ1 + sin θ2 അല്ലെങ്കിൽ sin φ1 + sin φ2. ഇവിടെ ഈ സെൻട്രൽ ലൈൻ ഈ രണ്ട് എൻഡുമായിട്ട് സബ്സ്റ്റൻറ്റ് ചെയ്യപ്പെടുന്ന ആംഗിളാണ് ഇവിടുത്തെ θ1 ഉം θ2. അപ്പോൾ R ഇവിടെ L/2 ആണ്. അപ്പോൾ ഇവിടുത്തെ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ത് വരും? μ0/4π × I / ഇവിടുത്തെ R സെൻറ്ററിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് L/2. പിന്നെ sin 45 + sin 45 2 sin 45. ഇത് ഒരു വയറിൻ്റെ കേസാണ്. ഒരു ഈ സ്ക്വയറിലെ ഒരു സ്ട്രൈറ്റ് പാർട്ട് ഉണ്ടാക്കിയ കേസാണ്. അപ്പോൾ ഇതിന് നമുക്ക് μ0 × എന്തെന്ന് എഴുതാം? ഇവിടെ 2 വരുമ്പോൾ 4I/4πL × 1/√2. അപ്പോൾ ഇതിനകത്ത് ഒരു 4ഉം വെട്ടിപ്പോയി. അപ്പോൾ എന്ത് കിട്ടി? μ0I / πL√2. ശരിയല്ലേ? πL√2. അപ്പോൾ ഇതാണ് ഇതുണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലെ ഈ വയറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഔട്ട് ദ പ്ലെയിൻ, ഇതിലൂടെ കറണ്ട് പോകുമ്പോൾ ഔട്ട് ദ പ്ലെയിൻ, ഇതിലൂടെ കറണ്ട് പോകുമ്പോൾ ഔട്ട് ദ പ്ലെയിൻ, അങ്ങനെ മൊത്തം 4 വയർ. അപ്പോൾ ടോട്ടൽ ഫീൽഡ് ഡ്യൂ ടു ദ സ്ക്വയർ സ്ട്രക്ചർ. അപ്പോൾ ബി നെറ്റ് എടുക്കുമ്പോൾ ഇതെല്ലാം ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നത്. ടോട്ടൽ ഫീൽഡ് 4 × μ0I / πL√2. ഈ 4ന് നമുക്ക് 2 × 2 തന്നെ എഴുതാമല്ലോ. അപ്പോൾ 2 × 2 × μ0I / πL√2. ഇവിടെ നിന്നൊരു 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ 2ന് √2 × √2 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു അവിടെ നിന്ന് √2 വെട്ടിപ്പോവും. അപ്പോൾ ഇവിടെ ബാക്കി ഒരു 2 √2 വരും. താഴെ √2 ഇവിടെ നിന്ന് ഇതിന് √2 × √2 എന്ന് എഴുതിയാൽ ഈ √2 വെട്ടിപ്പോയി. അപ്പോൾ 2 √2 μ0I / πL. ഇത്രയും ഫീൽഡാണ് അവിടെ സെൻറ്ററിൽ ഏകദേശം യൂണിഫോമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഔട്ട് ദ പ്ലെയിനാണ് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ നമ്മുടെ ഈ കറണ്ട് ക്യാരിങ് ഇതിനകത്തിരിക്കുന്ന സർക്കുലർ കോയിലിൻ്റെ റേഡിയസ് R തന്നിട്ടുണ്ട് അല്ലേ? R തന്നിട്ടുണ്ട്.
അപ്പോൾ രണ്ടുപേരുടെ സെൻറ്റർ കോയിൻസൈഡ് ആണ്. അപ്പോൾ ഈ സെൻറ്ററിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീൽഡ് ഔട്ട് ടു ദ പ്ലെയിൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടർ, അപ്പോൾ ഇങ്ങോട്ടാണ് ഫീൽഡ് കിട്ടുന്നത്, ഫീൽഡ് ഔട്ട് ടു ദ പ്ലെയിൻ ആണ്. ഇതാണ് ഇവിടുത്തെ ഫീൽഡ്. ഇതിൻ്റെ ഏരിയ വെക്ടർ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ ഏരിയ വെക്ടർ ഔട്ട് ടു ദ പ്ലെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ടു ദ ഇന്നർ കോയിൽ, ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് ഓഫ് ഇന്നർ കോയിൽ due to current in inner coil total flux linkage which is equal to that flux is equal to ഇതിൽ ലിങ്ക് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ്. ഇതിൽ വേറെ നമ്പർ ഓഫ് ടേൺസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് NAB cos θ ആണ്. അതിൽ ഇത് രണ്ടും പാരലായതുകൊണ്ട് മാക്സിമം ഫ്ലക്സ് വരും. അപ്പോൾ നമുക്കത് N × AB എന്ന് എടുത്താൽ മതി, A × B. ഫീൽഡ് B നിയർലി സെൻട്രലി യൂണിഫോം ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ലൂപ്പ് ഇരിക്കുന്ന ഭാഗത്ത് കിട്ടുന്ന ഫീൽഡ് അപ്രോക്സിമേറ്റ് യൂണിഫോം ആയിട്ട് എടുത്തിട്ട് ചെയ്യാനാണ് NCERT പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2√2 μ0 × I ഡിവൈഡഡ് ബൈ π × L ഇൻറ്റു ഇതിൻ്റെ ഏരിയ πr². ഇപ്പോൾ ഒരു പൈയും കട്ടായി. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് കിട്ടിയിട്ടുണ്ട്. ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് φ ഈക്വൽ ടു എത്ര? 2√2 μ0 r² I ഡിവൈഡഡ് ബൈ L. ഇനി നമുക്ക് ഈ പറയുന്ന സെക്കൻഡറി കോയിലുണ്ടാകുന്ന ഫ്ലക്സ്, ഈ സിസ്റ്റത്തിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് φ = M × I എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ദ പെയർ ഓഫ് ദ കോയിൽ = ഫ്ലക്സ് ലിങ്ക്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ ബൈ കറണ്ട് ത്രൂ പ്രൈമറി. ഇപ്പോൾ പ്രൈമറിയുടെ യൂണിറ്റ് കറണ്ട് ഒഴുകുമ്പോൾ സെക്കൻഡറിയിൽ എത്ര ഫ്ലക്സ് ലിങ്കേജ് ചെയ്തു? അപ്പോൾ φ = MI ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ കറണ്ട് അങ്ങ് വെട്ടിപ്പോയിട്ട് 2√2 മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആ കറണ്ടുമായിട്ട് റിലേഷനില്ല. കാരണം യൂണിറ്റ് കറണ്ടിൽ എത്ര ഫ്ലക്സ് ലിങ്കേജ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ 2√2 × μ0 r² ബൈ L എന്ന് കിട്ടും. ഇതുപോലെ രണ്ട് കോൺസെൻട്രിക് കോയിൽ വെച്ച് NCERT ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. 2√2 μ0 r² ബൈ L. 2√2 μ0 r² ബൈ L. ഓപ്ഷൻ നോക്കിയേ, 2√2 μ0 r² by L. So the correct answer is equal to third option. അടുത്ത്, which of the followings are true എന്നാണ് ചോദ്യം. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഈസ് ഡിപ്പെൻഡ് ഓൺ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അല്ല, വാക്വത്തിലെ സ്പീഡ് c എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. അതിൻ്റെ ഡിറക്ഷനുമായിട്ട് വേറെ ഡിപ്പെൻഡൊന്നുമില്ല സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. Speed of light in medium is independent of wavelength of light. അത് ശരിയാണ്. കാരണം സ്പീഡ് ഓഫ് ലൈറ്റ് ഏത് ലൈറ്റ് എടുത്താലും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏത് വേവ് എടുത്തു കഴിഞ്ഞാലും, അതിപ്പോൾ എക്സ്റേ എടുത്താലും ഗാമാറേ എടുത്താലും ഏതെടുത്താലും ഇൻഡിപെൻഡൻ്റ് ആണ്. മീഡിയത്തിലേക്ക് വരുമ്പോൾ വേവ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. വാക്വത്തിനകത്ത് അത് C തന്നെയാണ്, C കോൺസ്റ്റൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് മീഡിയം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് തെറ്റാണ്, സോറി. അപ്പോൾ മീഡിയം ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന റോങ് ആണ്. മീഡിയത്തിലേക്ക് വരുമ്പോൾ റിഫ്രാക്റ്റ് ഇൻഡെക്സ് വേരി ചെയ്യും, വേവ് ലെന്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഫ്രീ സ്പേസിൽ ശരിയാണ് കേട്ടോ, വാക്വത്തിൽ ശരിയാണ്. അപ്പോൾ മീഡിയത്തിൽ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്നത് തെറ്റാണ്, മീഡിയത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതും തെറ്റ്. അടുത്ത, സ്പീഡ് ഓഫ് ലൈറ്റ് ഡിപ്പെൻഡ് ഓൺ മോഷൻ ഓഫ് സോഴ്സ്. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് മോഷൻ ഓഫ് സോഴ്സ്. സോഴ്സ് മൂവ് ചെയ്തെന്ന് പറഞ്ഞ് സ്പീഡിൽ വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മോഷൻ ഓഫ് സോഴ്സ്. അപ്പോൾ നമുക്ക് വേണ്ട ട്രൂ, അത് ശരിയാണ്. അടുത്ത, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റിയുമായിട്ട് സ്പീഡിന് റിലേഷനൊന്നുമില്ല. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഇത് രണ്ട് റോങ് ആണ്. അപ്പോൾ ഇതിനകത്ത് സിയും ഡിയുമാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. അടുത്ത, വേവ് ഒപ്റ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് 2 സ്ലിറ്റ് ആർ ഇലിമിനേറ്റഡ് വിത്ത് ലൈറ്റ് ഓഫ് വേവ് ലെന്ത് 800 നാനോമീറ്റർ. ദ ലൈൻ ജോയിനിങ് A1P ഈസ് പെർപെൻഡിക്കുലർ ടു A1A2. ഇപ്പോൾ A1P എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു A1A2ന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മിനിമം Pയിൽ ഡിറ്റക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സ്ലിറ്റ് സെപ്പറേഷൻ Aയുടെ നിയർ വാല്യൂ എത്രയെന്നാണ്. അപ്പോൾ ഫസ്റ്റ് മിനിമത്തിൻ്റെ കണ്ടീഷനിലേക്ക് വരുമ്പോൾ പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? മിനിമത്തിലേക്ക് വരുമ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, പാത്ത് ഡിഫറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ λ/2ന് ഈക്വലൻ്റ് ആയിരിക്കണം. കാരണം λ/2 3λ/2 അങ്ങനെ പോകണം. അപ്പോൾ ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ Pയിലാണല്ലോ ഇൻ്റർഫറൻസ് നടന്നിരിക്കുന്നത്. അപ്പോൾ A2P - A1P ആയിരിക്കും. അപ്പോൾ ഇതിലെ പാത്ത് ഡിഫറൻസ് Δx പാത്ത് ഡിഫറൻസ് ആണ്.
which is equal to A2P minus A1P. A1P D ആണ്. A2Pനെ നമുക്ക് എങ്ങനെ എഴുതാം? A2Pനെ നമുക്ക് റൂട്ട് ഓഫ് എന്തെന്ന് എഴുതാം? ഡി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. മൈനസ് ഡി. ഇതിനൊരു ഡി സ്ക്വയർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഡി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് അല്ലെങ്കിൽ ഡി സ്ക്വയർ റൂട്ടിന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഡി ആവും. ഡി ഇൻറ്റു 1 പ്ലസ് ഇവിടെ ഒരു എ സ്ക്വയർ ബൈ ഡി സ്ക്വയർ എടുക്കണം, മൈനസ് ഡി. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിന് നമുക്ക് അപ്പോൾ പാത്ത് ഡിഫറൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പാത്ത് ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് ഡി ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ ബൈ ഡി സ്ക്വയർ റൈസ് ടു 1/2 മൈനസ് ഡി. ഇത് എ പ്ലസ് എക്സ് ദ ഹോൾ റൈസ് ടു എൻ ബൈനോമിയൽ തിയറം വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d സ്ക്വയർ മൈനസ് ഡി. ഇത് നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി പ്ലസ് ഡി എ സ്ക്വയർ മൈനസ് ബൈ 2d സ്ക്വയർ ശരിയല്ലേ? 2d സ്ക്വയർ മൈനസ് ഡി. ഈ ഡിയും കട്ടായിപ്പോയി. ഇവിടെ നിന്നൊരു ഡിയും കട്ടായിപ്പോയി. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2d ആണ്. അപ്പോൾ ഇതാണ് പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഇവിടുത്തെ നമ്മൾ പാത്ത് ഡിഫറൻസ് ഈ ഒരു സെറ്റപ്പിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് 2d ആണ്. അപ്പോൾ പി ഫസ്റ്റ് മിനിമമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ പാത്ത് ഡിഫറൻസ് λ/2 ഈക്വലൻ്റ് ആയിരിക്കണം. അപ്പോൾ ഫോർ ഫസ്റ്റ് മിനിമം അറ്റ് പി ഫസ്റ്റ് മിനിമത്തിൻ്റെ കണ്ടീഷൻ അല്ലേ? മാക്സിമത്തിനാണെങ്കിൽ പാത്ത് ഡിഫറൻസ് 0 λ അങ്ങനെ പോകുമല്ലോ, 2 λ. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന പാത്ത് ഡിഫറൻസ് എ സ്ക്വയർ ബൈ 2d ഈക്വൽ ടു എന്താണ്? λ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതിനകത്തു നിന്ന് ഒരു ടൂവും കട്ടായി. അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു എന്തെന്ന് കിട്ടി? λ ഇൻറ്റു ഡി എന്ന് കിട്ടി. അപ്പോൾ ആ സ്ലിറ്റ് സെപ്പറേഷൻ എ ഈസ് ഈക്വൽ ടു അത് രണ്ടും നമ്മളുടെ സെപ്പറേഷൻ റൂട്ട് λ ഇൻറ്റു ക്യാപിറ്റൽ ഡി എന്ന് കിട്ടി. റൂട്ട് λ ഇൻറ്റു ക്യാപിറ്റൽ ഡി. ഇനി നിങ്ങൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേവ് ലെങ്തിൻ്റെ വില എത്രയാണ്? വേവ് ലെന്ത് ഡി 5 സെൻറ്റിമീറ്ററും വേവ് ലെന്ത് എത്ര നാനോമീറ്ററാണ്? 800 നാനോമീറ്റർ. അപ്പോൾ 800 നാനോമീറ്റർ ലാംഡ 800 നാനോമീറ്റർ. അപ്പോൾ 800 ഇൻറ്റു 10⁻⁻⁹. ഡി ക്യാപിറ്റൽ ഡി എത്ര സെൻറ്റിമീറ്റർ? 5 സെൻറ്റിമീറ്റർ അല്ലേ? ഡി 5 സെൻറ്റിമീറ്റർ അല്ലേ? 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 ഇൻറ്റു 10⁻². അപ്പോൾ നമ്മളിവിടെ റൂട്ട് ഓഫ് ലാംഡയുടെ സ്ഥലത്ത് 8 ഇൻറ്റു 10⁻⁻7 അല്ലേ? ഇൻറ്റു 5 ഇൻറ്റു 10⁻². അപ്പോൾ ഇത് 8×5 40 ആയി അല്ലേ? 40 ഇൻറ്റു 10⁻⁻9. ഇതിന് നമുക്ക് എന്താ എഴുതാം? 4 ഇൻറ്റു 10⁻⁻8 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 10⁻⁻4 മീറ്റർ എന്ന് എഴുതാം അല്ലേ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 10⁻⁻4 മീറ്റർ അല്ലേ? ഇത് നമുക്ക് 0.2 ഇൻറ്റു 10⁻1 എന്ന് എഴുതിക്കൂടെ? ഇൻറ്റു 10⁻⁻4. അപ്പോൾ മില്ലിമീറ്ററിൽ എഴുതാൻ വേണ്ടി ഇപ്പോൾ 2 ഇൻറ്റു 10⁻⁻4 എന്ന് വെച്ചാൽ 0.2 ഇൻറ്റു 10⁻1 ആണ്. ഇത് ഇത്രയും ചേർന്ന് 10⁻⁻3 എന്ന് എഴുതിയാൽ 0.2 ഇൻറ്റു 10⁻⁻3 മീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 0.2 മില്ലിമീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ വളരെ ചെറിയ സെപ്പറേഷനാണ് 0.2 മില്ലിമീറ്റർ എന്ന് കിട്ടും. 0.2 മില്ലിമീറ്റർ എന്ന് കിട്ടും ശരിയല്ലേ? 0.2 മില്ലിമീറ്റർ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 0.2 മില്ലിമീറ്റർ ആണ്. 0.2 മില്ലിമീറ്റർ. അടുത്ത A stone projected at angle 30 degree to horizontal. Ratio kinetic energy of stone at point of projection to kinetic energy at highest point. നിങ്ങൾക്കറിയാം
അപ്പോൾ നമ്മളിത് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിൽ ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത സ്പീഡ് യു എന്ന് പറയുന്ന ഒരു സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്താൽ ആ സമയത്ത് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. ഇത് അണ്ടർ ദ എഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി ഇങ്ങനെ ഒരു പാരാബോളിക് പാത്തിൽ പോകും. അപ്പോൾ ഇത് യു ആണെങ്കിൽ ഇവിടുത്തെ എക്സ് കമ്പോണൻറ്റ് യു കോസ് തീറ്റ വരും. യു എക്സ് വരുന്നത് യു കോസ് തീറ്റ ആയിരിക്കും അല്ലേ. യു എക്സ് യു കോസ് തീറ്റ എന്ന് വരും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കുമല്ലോ. അപ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് വരുമ്പോൾ സ്പീഡ് എന്ത് തന്നെയായിരിക്കും യു കോസ് തീറ്റ. അപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത സമയത്ത് ഈ പറയുന്ന പാർട്ടിക്കിളിൻ്റെ കൈനറ്റിക് എനർജി അറ്റ് പോയിൻ്റ് ഓഫ് പ്രൊജക്ഷൻ. അപ്പോൾ ഇത് റീജിയൻ 1 എന്ന് വിളിക്കാം, ഇത് റീജിയൻ 2 എന്ന് വിളിക്കാം. അപ്പോൾ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ 1 ബൈ റേഷ്യോ കൈനറ്റിക് എനർജി അറ്റ് റീജിയൻ 2. ആദ്യത്തെ കേസിൽ കൈനറ്റിക് എനർജി ഹാഫ് എം യു സ്ക്വയർ ആണ്. രണ്ടാമത്തെ കേസിൽ അത് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു അവിടുത്തെ സ്പീഡ് യു കോസ് തീറ്റയാണ്. അപ്പോൾ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇത് കട്ടായി പോകും. ഇപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ 1 ബൈ കോസ് സ്ക്വയർ ഓഫ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് വരും. ഇപ്പോൾ ഇത് 30 ഡിഗ്രിയിലാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ബൈ കോസ് സ്ക്വയർ 30 എന്ന് വരും. കോസ് 30 √3/2 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 ബൈ √3/2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് 4/3 എന്ന് വരും. അപ്പോൾ ഈ രണ്ട് പോയിന്റിലെയും കൈനറ്റിക് എനർജിയുടെ റേഷ്യോ കൈനറ്റിക് എനർജി അവിടെ വരുമ്പോൾ കുറവാണ്. കാരണം ടോപ്പിലേക്ക് വരുമ്പോൾ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആവും. അപ്പോൾ കൈനറ്റിക് എനർജി മിനിമം ആവുന്ന ഒരു റീജിയനാണിത്. അപ്പോൾ നമ്മൾ ത്രോ ചെയ്ത സ്ഥലത്ത് കാരണം ആ സമയത്ത് പൊട്ടൻഷ്യൽ എനർജി കൂടും. ഇപ്പോൾ 4:3 വരുന്നത് ഇവിടെ. അപ്പോൾ ഈ പറയുന്ന പോയിന്റ് 1ലെയും 2ലെയും കൈനറ്റിക് എനർജി റേഷ്യോ 4:3 ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. അടുത്ത് A block of mass slide down the incline at 30 degree with acceleration g/4. വാല്യൂ ഓഫ് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. നമുക്കറിയാം ഒരു ബ്ലോക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ താഴേക്ക് വരുന്ന സമയത്ത് ഒരു റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താണ്? ജി സൈൻ തീറ്റ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു ജി കോസ് തീറ്റ. ഇതാണല്ലോ ഇക്വേഷൻ. ജി സൈൻ തീറ്റ മൈനസ് മ്യൂ കെ ജി കോസ് തീറ്റ. സ്മൂത്ത് സർഫസ് ആണെങ്കിൽ ജി സൈൻ തീറ്റ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് ജി നമ്മളിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു കോസ് ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ. ഇതിൽ താഴേക്ക് സ്ലൈഡ് ഡൗൺ ചെയ്യുന്ന ആക്സിലറേഷൻ്റെ വില തന്നിട്ട് g/4 ആണ്. അപ്പോൾ g/4 ഈസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു സൈൻ 30 മൈനസ് മ്യൂ കെ കോസ് 30 അല്ലേ. 30 ഡിഗ്രിയിലല്ലേ. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് നിന്ന് ജിയും ജി കട്ടായി. അപ്പോൾ 1/4 ഈസ് ഈക്വൽ ടു സൈൻ 30 1/2 മൈനസ് അല്ലേ മ്യൂ കെ ഇൻറ്റു കോസ് 30 √3/2. ഇതിപ്പുറത്ത് വരുമ്പോൾ മ്യൂ കെ ഇൻറ്റു √3/2 ഈസ് ഈക്വൽ ടു ഇതിനങ്ങ് അപ്പുറം കൊണ്ടുപോയാൽ 1/2 മൈനസ് 1/4 1/4 എന്ന് വരും. അപ്പോൾ ഇവിടെ നിന്നൊരു 4ഉം ഒരു 2ഉം പറ്റും. അപ്പോൾ 2 മ്യൂ കെ √3 ഈക്വൽ ടു 1 എന്ന് കിട്ടി. 2 ഇൻറ്റു കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ശരിയല്ലേ. അപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ മ്യൂ കെ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 1/2 √3. അപ്പോൾ ഏതാ ഓപ്ഷൻ വരുന്നത്? 1/2 കറക്റ്റ്. ഇവിടെ ആൻസർ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ഈസ് മൂവിങ് ഓൺ എ ഹൊറിസോണ്ടൽ കർവ്ഡ് റോഡ് വിത്ത് റേഡിയസ് 50 meter. അപ്രോക്സിമേറ്റ് മാക്സിമം സ്പീഡ് ഓഫ് കാർ. ഫ്രിക്ഷൻ ഓഫ് ബിറ്റ്വീൻ റോഡ് ആൻഡ് ടയർ 0.34 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു കാറ് ഒരു കർവ്ഡ് റോഡ് തിരിയുന്ന സമയത്ത് അതിൻ്റെ മാക്സിമം സേഫ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല വി മാക്സിമം ഈസ് ഈക്വൽ ടു √2μrg ആണ്. ആ മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ സ്റ്റാറ്റിക് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻറ്റു റേഡിയസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇവിടെ ബാങ്കിങ് ഒന്നുമില്ല. അപ്പോൾ √2μrg മ്യൂ എത്രയാണ്? 0.34. കർവിൻ്റെ റേഡിയസ് എത്രയാണ്? കർവിൻ്റെ റേഡിയസ് 50 ആണ്. 50 ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ആണ്. അപ്പോൾ നമുക്കിവിടെ 0.34
അപ്പോൾ ഇവിടെ ഒരു 10⁻2 വരും. അപ്പോൾ 34 × 5 വരും. 34 × 5 ആകുമ്പോൾ 150 14 20 170 വരും. അപ്പോൾ റൂട്ട് 170. റൂട്ട് 170 എന്ന് പറഞ്ഞാൽ 169 ആകുമ്പോൾ 13 ആവും. അപ്പോൾ അപ്രോക്സിമേറ്റ് 13 എന്ന് കൊടുക്കുക. മാക്സിമം സ്പീഡ് 13 m/s. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 13 m/s. അടുത്ത ക്വസ്റ്റ്യൻ. 2 particles equal mass m moving in a circle of radius r under the action of their mutual gravitational attraction. Speed of each particle എത്രയാണ്? അപ്പോൾ ഇവിടെ ഒരു സർക്കിളിൽ പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അപ്പോൾ തൽക്കാലം ഈ പാർട്ടിക്കിൾ ഇവിടെ ഒരു പോയിന്റ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. അപ്പോൾ ഈ സെപ്പറേഷൻ സ്മോൾ ആർ എന്നെടുത്താൽ വിച്ച് ഈസ് ഈക്വൽ ടു 2r എന്ന് വരും. അപ്പോൾ ഈ എമ്മും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓരോ പാർട്ടിക്കിൾ നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ ഇൻട്രാക്ഷനിലായിരിക്കുമല്ലോ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദം. ഇപ്പോൾ റേഡിയൽ ഡയറക്ഷനിൽ ന്യൂട്ടൺസ് ലോ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇത് ഓരോ ബോഡിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇതിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കുമല്ലോ. അപ്പോൾ അതുപോലെ തിരിച്ച് ഇങ്ങോട്ട്. അപ്പോൾ ഓരോരുത്തരിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഫ് സെൻട്രിപിറ്റൽ ഈസ് ഈക്വൽ ടു mv²/r ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബ്ലോക്കിനെ ഒബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് റേഡിയൽ ഡയറക്ഷനിൽ സെൻട്രിപിറ്റൽ ഫോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് g × m1 m2 m² ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 2r ആണ്. അപ്പോൾ 2r സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റേഡിയൽ ഡയറക്ഷനിൽ ന്യൂട്ടൺസ് ലോ എഴുതുമ്പോൾ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ × v² ഡിവൈഡഡ് ബൈ r. ഇപ്പോൾ അടുത്ത പാർട്ടിക്കിൾ എടുത്താൽ അതുപോലെ തന്നെ. ഇപ്പോൾ രണ്ടുപേരും അവരവരെ മ്യൂച്വൽ ഇൻട്രാക്ഷൻ വഴിയാണ് അവിടെ ഡയറക്ഷൻ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ വെലോസിറ്റിക്ക് നോർമലായിട്ട് ഇത് റിവോൾവ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വെലോസിറ്റിക്ക് നോർമലായിട്ട് ഇത് റേഡിയൽ ഡയറക്ഷനിൽ ഫോഴ്സ് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിങ്ങനെയാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഇതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് mv²/r എന്ന് കിട്ടി. ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു m കട്ടായി പോകും. അപ്പോൾ gm ഡിവൈഡഡ് ബൈ 4r² which is equal to v² divided by r. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു ആറും പോയി. അപ്പോൾ v² ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? gm ഡിവൈഡഡ് ബൈ 4r എന്ന് കിട്ടി. അപ്പോൾ സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ, രണ്ട് പാർട്ടിക്കിൾ എടുത്താലും അതിൻ്റെ FBD നോക്കുമ്പോൾ സെയിം അവസ്ഥ തന്നെയാണ്. അപ്പോൾ സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ v ഈസ് ഈക്വൽ ടു √√g × m ഡിവൈഡഡ് ബൈ 4r. √gm ഡിവൈഡഡ് ബൈ 4r. അപ്പോൾ ഈ √gm ഡിവൈഡഡ് ബൈ 4r നോക്കുമ്പോൾ ഓപ്ഷൻ ഇവിടുത്തെ റേഡിയസ് സ്മോൾ ആർ എന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ക്യാപിറ്റൽ ആർ വെച്ച് ചെയ്തതേ ഉള്ളൂ, നിങ്ങൾ ആ വാല്യൂ കൊടുത്തത്. ഓക്കെ. അടുത്ത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലെ ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ടെൻഷൻ ഓഫ് സോപ്പ് ബബിൾ തന്നിട്ടുണ്ട് 2 × 10⁻². വർക്ക് ഡൺ ടു ഇൻക്രീസ് റേഡിയസ് ഓഫ് ബബിൾ ആണ്. അപ്പോൾ ഒരു ബബിൾ ആകുമ്പോൾ 2 ഫ്രീ സർഫസ് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിൻ്റെ ഇൻക്രീസ് ഇൻ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 2 × സർഫസ് ടെൻഷൻ ഇൻറ്റു ഇൻക്രിമെൻ്റ് ഇൻ ഏരിയ ΔA. കാരണം ബബിളിന് 2 ഫ്രീ സർഫസ് വരും. അപ്പോൾ ഇത് സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ 2 × t × ഇൻക്രിമെൻ്റ് ഇൻ ഏരിയ 4π × r2² - r1². അപ്പോൾ ഇത് നമുക്ക് 8π × സർഫസ് ടെൻഷന് t എന്ന് വിളിക്കുകയാണ്, t × r2² ഡിവൈഡഡ് ബൈ r1². അപ്പോൾ ഇതിൽ സർഫസ് ടെൻഷൻ π 22/7 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സർഫസ് ടെൻഷൻ 2 × 10⁻² ആണ്. അപ്പോൾ 8 × 22/7 × 2 × 10⁻² ആണ്. റേഡിയസ് 3.5 × 7 3.5 7 അപ്പോൾ 7 സ്ക്വയർ 49 മൈനസ് 3.5 നമുക്ക് 7/2 എന്ന് എഴുതാം അല്ലേ. 3.5ന് 7/2 എന്ന് എഴുതാം. അതിൻ്റെ സ്ക്വയർ അപ്പോൾ 49/4. അപ്പോൾ അതിൽ 49 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 8 × 22 × 2 × 10⁻²/7 ഇവിടെ റേഡിയസ് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ റേഡിയസ് സ്ക്വയർ എടുക്കുമ്പോൾ അവിടെ ഒരു 10⁻⁴ വരും. പിന്നെ ഒരു 49 പുറത്തെടുത്ത് കഴിഞ്ഞാൽ
1 മൈനസ് 1/4 വരും ഇൻറ്റു 10⁻⁻4 അല്ലേ. അപ്പോൾ ഇവിടെ ഒരു 4 മൈനസ് 1 3/4 വരും. അപ്പോൾ ഇവിടെ നമുക്ക് 8 ഗുണം 22 ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു 49 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 3/4. 49ഉം 7ഉം വെട്ടിയാൽ ഇവിടെ 7 വരും അല്ലേ. ഇവിടെ 2ഉം ഈ 4ഉം വെട്ടിയാൽ ഇവിടെ 2 വരും. ഇവിടെ 2ഉം ഈ 8ഉം വെട്ടിയാൽ ഇവിടെ 4 വരും. അതാ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ഗുണം 22 ഇൻറ്റു 7 ഗുണം 3 ഇൻറ്റു 10⁻⁻6. ഇപ്പോൾ 21 ഇൻറ്റു 4 84 ഇൻറ്റു 22 1848 ഇൻറ്റു 10⁻⁻6. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 18.48 ഇൻറ്റു 10⁻². അപ്പോൾ 10⁻² ഇൻറ്റു 10⁻⁻4 വരും. ഇത്രയും ജൂൾ. 18.48 ഇൻറ്റു 10⁻⁻4 ജൂളെന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. 18.48 ഇൻറ്റു 10⁻⁻4. ഓക്കെ. അടുത്ത് given below are two statements. One is labeled as assertion and other is labeled as reason. dq and dw represent heat supplied to system. അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവും ഓൺ ദ സിസ്റ്റം നെഗറ്റീവ് ആയിരിക്കും. ദെൻ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലാ dq = du മൈനസ് dw. കാരണം dq = du പ്ലസ് dw ആണ്. അപ്പോൾ അവിടെ വർക്ക് ഡൺ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവാണ്. അപ്പോൾ ഇത് ശരിയാണ്. അടുത്ത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ബേസ്ഡ് ഓൺ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് തന്നെയാണ്. അപ്പോൾ കൺസർവേഷൻ ഓഫ് എനർജി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ ഈ രീതിയിൽ എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് dq = du പ്ലസ് dw ആണെങ്കിൽ ഇൻക്രിമെൻറ്റിന്, അതായത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് സിസ്റ്റം വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ അത് പോസിറ്റീവ് വരും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്, ഹീറ്റ് സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ അത് ഓൺ ദ സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് എനർജി കൺസർവേഷൻ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓൺ ബേസിസ് ഓഫ് എനർജി തന്നെയാണ്. ഇനി വർക്ക് ഡൺ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ അത് പ്ലസ് dw ആണ്. അടുത്ത് എ ബൈസൈക്കിൾ ടയർ ഈസ് ഫിൽഡ് വിത്ത് എയർ ഹാവിംഗ് പ്രഷർ 270 kPa at 27 degrees Celsius. അപ്രോക്സിമേറ്റ് പ്രഷർ വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ടു 30 degree. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ P പ്രപ്പോർഷണാലിറ്റി ആണ്. P/T = കോൺസ്റ്റൻ്റ് ആണ്. സോറി. അപ്പോൾ P1/T1 = P2/T2. അപ്പോൾ P2 = എന്ത് വരും? P1 T2/T1 അല്ലേ. P1 T2 ഡിവൈഡഡ് ബൈ T1. T2 എന്ന് പറയുന്നത് ഇപ്പോൾ 27 degree Celsius ആണ്. ടെമ്പറേച്ചർ 36 degree ആയി. 36 degree ഇൻക്രീസസ് ടു 36 ആണ് അല്ലേ. ഇൻക്രീസസ് ടു 36. അപ്പോൾ T2 എന്ന് പറയുന്നത് 273 + 36. T1 എന്ന് പറയുന്നത് 273 + 27. ഇത് 300 വരും. ഇത് 306 വരും. അപ്പോൾ P2 = 306/300 ഇൻറ്റു P1. P1 എന്ന് പറയുന്നത് എത്രയാണ്? P1 എന്ന് പറയുന്നത് 270 ആണ്. 270. അപ്പോൾ ഇത് 270-നെക്കാട്ടിയും സ്ലൈറ്റ്ലി എബോവ് ഗ്രേറ്റർ ആയിരിക്കും. 306 1 പോയിൻറ്റ് സംതിങ് വരും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 262 വരത്തില്ല, 270 വരത്തില്ല, 360 വരത്തില്ല. സ്ലൈറ്റ്ലി എബോവ് വരുമ്പോൾ ഇത് വരും 278 kPa. അടുത്ത് എ പേഴ്സൺ ഒബ്സർവ് 2 മൂവിങ് ട്രെയിൻ എ റീച്ചിങ് ദ സ്റ്റേഷൻ ആൻഡ് ബി ലീവിങ് ദ സ്റ്റേഷൻ വിത്ത് ഈക്വൽ സ്പീഡ് 30.
പോത്ത് ട്രെയിൻ എമിറ്റ് സ്പീഡ് ഓഫ് സൗണ്ട് ഫ്രീക്വൻസി 300 ഹെർട്സ്, സ്പീഡ് ഓഫ് സൗണ്ട് 300 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് ഇൻ ഫ്രീക്വൻസി ഹിയർഡ് ബൈ ദ പേഴ്സൺ. അപ്പോൾ ഒബ്സർവർ റെസ്റ്റിലാണ്. അപ്പോൾ ട്രെയിൻ എ എന്ന് പറയുന്നത് ഇയാൾ അപ്രോച്ച് ചെയ്യാണ്. അപ്പോൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസി വെൻ ട്രെയിൻ എ അപ്രോച്ചസ്. ആദ്യത്തെ കേസിൽ അപ്പാരൻറ്റ് ഫ്രീക്വൻസി, അപ്പോൾ ഫ്രീക്വൻസി കൂടുതലായിരിക്കും, ലിസണർ റെസ്റ്റിലാണ്. അപ്പോൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസി F1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് V ഡിവൈഡഡ് ബൈ V മൈനസ് വി എസ് ആണ്. V മൈനസ് വി എസ് ഇൻറ്റു ഒറിജിനൽ ഫ്രീക്വൻസി. ഡോപ്ലർ എഫക്റ്റിലെ കേസ് 1 ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്പീഡ് ഓഫ് സൗണ്ടാണ് V. സ്പീഡ് ഓഫ് സൗണ്ട് V എന്ന് പറയുന്ന 330 ബൈ 330 മൈനസ് സോഴ്സ്, സൗണ്ട് ഉണ്ടാക്കുന്ന സോഴ്സ് 30 ആണ്. 30 അതിൻ്റെ ഫ്രീക്വൻസി 300 ആണ്. അപ്പോൾ ഇത് 330 ഡിവൈഡഡ് ബൈ താഴെ 300 ഇൻറ്റു 300. അപ്പോൾ 330 എന്ന് നമുക്ക് ആദ്യത്തെ കേസിൽ ഇത് കിട്ടും, 330 എന്ന് കിട്ടും. ഫസ്റ്റ് കേസിൽ 330 ഹെർട്സാണ് അപ്പാരൻറ്റ് ഫ്രീക്വൻസി. ഇനി എ റീച്ചിങ് ദ സ്റ്റേഷൻ ആൻഡ് ബി ലീവിങ് ദ സ്റ്റേഷനാണ്. അപ്പോൾ രണ്ടാമത്തത് ലീവിങ് ദ സ്റ്റേഷനാണ്. അപ്പോൾ അപ്പാരൻറ്റ് ഫ്രീക്വൻസി സോഴ്സ് അകന്നു പോവാണ്. അപ്പോൾ ബി എന്ന് കേൾക്കുന്നത്, ഇത് ബി എന്ന് പറയുന്ന ട്രെയിനിൽ നിന്ന് കേൾക്കുന്നത്, മറ്റേ എ എന്ന് കേൾക്കുന്നത്. അവിടെ ലിസണർ റെസ്റ്റിലാണ്, സോഴ്സ് അപ്രോച്ചിങ് ആണ്. അപ്പോൾ അവിടുത്തെ F2 അപ്പാരൻറ്റ് ഫ്രീക്വൻസി F2 എന്ന് പറയുന്നത് B ഡിവൈഡഡ് ബൈ സോഴ്സ് റെസീഡിങ് എവേ ആണെങ്കിൽ V പ്ലസ് വി എസ് ഇൻറ്റു ഒറിജിനൽ ഫ്രീക്വൻസി. അപ്പോൾ ഡോപ്ലർ എഫക്റ്റിലെ സൈൻ ഇക്വേഷൻ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് V ഡിവൈഡഡ് ബൈ V പ്ലസ് വി എസ്. V ഇവിടെ എത്രയാണ്? 330 ആണ്. ബൈ താഴെ 330 പ്ലസ് ഇവിടെ വി എസ് 30 ആണ് ഇൻറ്റു 300. അപ്പോൾ 330 ബൈ 360 ഇൻറ്റു 300. അപ്പോൾ ആദ്യത്തെ കേസിൽ 330 കിട്ടി. രണ്ടാമത്തെ കേസിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ 275 എന്ന് കിട്ടും. 275 ഹെർട്സ് എന്ന് കിട്ടും. 275 ഹെർട്സ് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി നമ്മൾ എടുക്കുന്ന സമയത്ത് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ചേഞ്ച് ഈസ് ഈക്വൽ ടു ചേഞ്ച് 330 മൈനസ് 275 55 എന്ന് കിട്ടും. 55 ഹെർട്സ് എന്ന് കിട്ടും. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി കിട്ടുന്നത് 55 ഹെർട്സ് ആണ്. 55 ഹെർട്സ് എന്ന് കിട്ടും. 55 ഹെർട്സ്. അടുത്ത The height of transmitting and receiving antennas are 80 meter each. Maximum line of sight distance. അപ്പോൾ മാക്സിമം ലൈൻ ഓഫ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് D is equal to root of 2 into R into ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെ ഹൈറ്റ് പ്ലസ് എന്താണ് റൂട്ട് ഓഫ് 2 into R into റിസീവിങ് ആൻറ്റിനയുടെ ഹൈറ്റാണ്. അപ്പോൾ 2R HT പ്ലസ് 2R HR ആണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഹൈറ്റിന് ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിനയുടെയും റിസീവിങ് ആൻറ്റിനയുടെയും ഹൈറ്റ് 80 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 2 ടൈംസ് ഇത് റൂട്ട് 2R HT പ്ലസ് റൂട്ട് 2R HR. അപ്പോൾ അതിൽ റൂട്ട് 2 ഇൻറ്റു R 6400 6.4 ഇൻറ്റു 10⁻6 ഇൻറ്റു 80. അപ്പോൾ ഇത് 8×2 16 ഇൻറ്റു 6.4 ഇൻറ്റു 10⁻2 10⁻7 ഇത് 1024 ഇൻറ്റു 10⁻6
6 1024 ആകുമ്പോൾ 30 32 വരും 32 അപ്പോൾ ടോട്ടൽ എഴുതുമ്പോൾ 28 അല്ല 64 ആണ് ആൻസർ. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് D = 2 × 32 64 കിലോമീറ്റർ. 64 കിലോമീറ്റർ. ഓക്കെ, 64 കിലോമീറ്റർ. അടുത്ത് നെക്സ്റ്റ്. ത്രഷോൾഡ് വേവ് ലെന്ത് ഫോർ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ ഓഫ് മെറ്റീരിയൽ 5500 ആങ്സ്ട്രോം ആണ്. ഫോട്ടോ ഇലക്ട്രോൺ എമിറ്റഡ് വെൻ ദിസ് മെറ്റീരിയൽ വിത്ത് മോണോക്രോമാറ്റിക് റേഡിയേഷൻ. നമുക്കറിയാം ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് വേവ് ലെന്ത് ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എടുക്കുമ്പോൾ ഗാമ, എക്സ്റേ, UV, വിസിബിൾ, ഇൻഫ്രാറെഡ്, ഇങ്ങോട്ട് പോകുമ്പോൾ വേവ് ലെന്ത് കൂടി വരും. അപ്പോൾ ഈ വിസിബിൾ ലൈറ്റിൻ്റെ റേഞ്ചിലാണ്, അപ്പോൾ ഈ വിസിബിൾ ലൈറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഈ സംഭവം. അപ്പോൾ മാക്സിമം വേവ് ലെന്ത് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെന്താണ്. അപ്പോൾ വേവ് ലെന്ത് കുറച്ചാലേ ഫ്രീക്വൻസി കൂടത്തുള്ളൂ. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്, ത്രഷോൾഡ് വരുന്നത്. ഇത് മാക്സിമം വേവ് ലെന്താണ് അപ് ടു വിച്ച്. ഇതാണ് ത്രഷോൾഡ് വരുന്നത് വിസിബിൾ റേഞ്ചിലാണ്. അപ്പോൾ ഇതിനെക്കാട്ടിയും ബിലോ ഫ്രീക്വൻസി ഉള്ള എക്സ്റേയോ ഗാമ റൈസോ എന്തെങ്കിലും യൂസ് ചെയ്യണം. ഇൻഫ്രാറെഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഫ്രാറെഡ് ആകുമ്പോൾ പിന്നെ വേവ് ലെന്ത് കൂടും, ഫ്രീക്വൻസി കുറയും. അപ്പോൾ UVയിലുള്ള ഏതെങ്കിലും പവറിലുള്ള റേഡിയേഷൻ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ UVയിലുള്ള നിങ്ങൾ നോക്കിയാൽ 75 വാട്ട് അൾട്രാ വയലറ്റ് യൂസ് ചെയ്താലും 10 വാട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പോസിബിളാണ്. അപ്പോൾ ഇവിടെ 75 വാട്ട്, കാരണം അവിടെ വാട്ടേജ് പവർ മാറുന്ന സമയത്ത് പവർ ബൈ ഏരിയ എടുക്കുമ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് വ്യത്യാസം വരും. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ രണ്ട് ഫ്രീക്വൻസിയിലും ഡിഫറൻറ്റ് ഇൻറ്റൻസിറ്റി ഉള്ള സംഭവം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇൻറ്റൻസിറ്റി മാറുമ്പോൾ ഫോട്ടോ കറണ്ടിന് മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ എമിഷൻ നടത്താനായിട്ട് നമുക്ക് ഇൻറ്റൻസിറ്റിയുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഫ്രീക്വൻസിയിലുള്ള രണ്ട് വേവ് ലെന്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അൾട്രാ വയലറ്റ് യൂസ് ചെയ്താലും രണ്ട് സ്ഥലത്ത് അൾട്രാ വയലറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഗിവൺ അകലത്തിൽ 75 വാട്ട് വയ്ക്കുമ്പോൾ കിട്ടുന്ന ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല ഇതിൻ്റെ. ഇൻറ്റൻസിറ്റി വ്യത്യാസം വരും. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഓപ്ഷനും പോസിബിളാണ്. C and D പോസിബിളാണ്. അടുത്ത് ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ഹാഫ് ലൈഫ് 30 മിനിറ്റ് ആണ്. ബീറ്റ DK അങ്ങനെയാണ്. ഫ്രാക്ഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് റിമെയിൻസ് അൺഡീക്കേഡ് ആഫ്റ്റർ 90 മിനിറ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് അങ്ങനെ എന്നെന്ന് വിളിച്ചാൽ അത് ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ T ഹാഫ്. ടോട്ടൽ ടൈം ഇവിടെ 90 ആണ്. T ഹാഫ് 30 അപ്പോൾ 3 ഹാഫ് ലൈഫുകൾ കഴിയണം. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് n/n0 ഫ്രാക്ഷൻ ലെഫ്റ്റ് അൺഡീക്കേഡ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട് ഇക്വേഷൻ 1/2 n ആണ്. അപ്പോൾ ഇവിടെ 3 ഹാഫ് ലൈഫുകൾ കഴിയുമ്പോൾ റിമൈനിങ് ഫ്രാക്ഷൻ അൺഡീക്കേഡ് എന്ന് പറയുന്നത് 1/2 വരും, 1/8 എന്ന് വരും. അപ്പോൾ ഫ്രാക്ഷൻ അൺഡീക്കേഡ് എന്ന് പറയുന്നത് 1/8 വരും. ഫ്രാക്ഷൻ അൺഡീക്കേഡ് ഈസ് ഈക്വൽ ടു 1/8 എന്ന് വരും. 1/8 വരും. 1/8 വരും. റിമെയിൻ അൺഡീക്കേഡ് ആഫ്റ്റർ 90 മിനിറ്റ് വിൽ ബി 1/8 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്ത് നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഇൻ കേസ് ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം നോട്ട് കറക്റ്റ് എന്നാണ് ചോദ്യം. ഇറ്റ് ഈസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ. ശരിയാ, കറക്റ്റാണ്. ഇറ്റ് എമിറ്റ് ലൈറ്റ് ഓൺലി വെൻ ഫോർവേഡ് ബയസ്ഡ്. കറക്റ്റാണ്. ഇറ്റ് എമിറ്റ് വെൻ ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ്. തെറ്റാ. ദ എനർജി ഓഫ് ലൈറ്റ് എമിറ്റഡ് ഈസ് ഈക്വൽ ടു സ്ലൈറ്റ്ലി ലെസ് ദാൻ ഓർ ലെസ് ദാൻ ദ എനർജി ഗ്യാപ്പ് ഓഫ് സെമി കണ്ടക്ടർ. അതും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് നോട്ട് കറക്റ്റ് എന്ന് പറയുന്നത് C മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ചോദ്യം നോട്ട് കറക്റ്റ്, ഇത് NCERT ഉള്ള അതേ സെൻറ്റൻസ് തന്നെയാണ്. അപ്പോൾ നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞാൽ C ഓപ്ഷനാണ്. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അടുത്ത റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് X90-240 എമിറ്റ് 2 ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ 2 ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ സീരീസിൽ X90-242 2 ആൽഫ എമിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഒരു ഇലക്ട്രോൺ ആകുമ്പോൾ ഒരു ബീറ്റ മൈനസ്, അത് കഴിഞ്ഞാൽ എന്താ 2 പോസിട്രോൺ. ഇപ്പോൾ 2 ബീറ്റ പ്ലസ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫൈനൽ ന്യൂക്ലിയസ് ഇതിൽ നിന്ന് നമുക്കൊരു y = P234 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ P എത്രയെന്നാണ്. ഇപ്പോൾ 2 ആൽഫ എമിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ 2 ആൽഫ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അറ്റോമിക് നമ്പർ 2 വെച്ച് കുറയും, മാസ് നമ്പർ 4 വെച്ച് കുറയും. അപ്പോൾ ഈ 92 നിന്ന് 2 വെച്ച് പോകുമ്പോൾ 4 കുറഞ്ഞു. 2 ആൽഫ വെച്ച് പോകുമ്പോൾ 4 അറ്റോമിക് നമ്പർ 4 കുറയും. ഒരു ബീറ്റ എമിറ്റ് ചെയ്യുമ്പോൾ 1 കൂടും. പോസിട്രോണിന് എമിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോസിട്രോണിന് 1 വെച്ച് കുറയും, അപ്പോൾ 2 കുറയും. അപ്പോൾ നമുക്കിവിടെ 92 - 4, അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് 4 2 6 5, 92 നിന്ന് 5 പോയി 87. അപ്പോൾ ഇവിടുത്തെ പി എന്ന് പറഞ്ഞാൽ 87 ആയിരിക്കും. 87 ആയിരിക്കും അതിൻ്റെ ഇൻറ്റീജർ ആൻസർ ആയിട്ട് വരുന്നത്. 87 ആയിരിക്കും. അടുത്ത 2 സിമ്പിൾ ഹാർമോണിക് വേവ്സ് ഈക്വൽ ആംപ്ലിറ്റ്യൂഡ് 8 സെൻറ്റിമീറ്റർ, ഫ്രീക്വൻസി 10 ഹെർട്സ്, സെയിം ഡയറക്ഷനിൽ, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് 80 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് 2 × A cos 5/2 യൂസ് ചെയ്യാം, ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് A തന്നെയാണ്. അപ്പോൾ ഇവിടെ A = 2A cos 5/2. cos 5/2 എത്ര വരും? അപ്പോൾ cos 5/2, കോസ് ഓഫ് ഹാഫ് ഓഫ് ഫേസ് ഡിഫറൻസ്, cos 5/2 എന്ന് പറയുന്നത് 1/2 വരും, 60 ഡിഗ്രി വരും. അപ്പോൾ 5/2 60 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ 5 ആണ് ഫേസ് ഡിഫറൻസ്. അപ്പോൾ കോസ് ഓഫ് 5/2 1/2 വരും. അപ്പോൾ 5/2 എന്ന് പറയുന്നത് 60 ഡിഗ്രി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രി വരും. അപ്പോൾ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 വേവുകൾ 120 ഡിഗ്രിയിൽ സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അത് തന്നെ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ നേരെ നമ്മളെ വെക്ടറിൻ്റെ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഫേസ് ഡിഫറൻസ് 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. അടുത്ത് എ ബോഡി കൂൾസ് ഫ്രം 60 ഡിഗ്രി to 40 ഡിഗ്രി ഇൻ 6 മിനിറ്റ്. ഇപ്പോൾ ഒരു ബോഡി 60 നിന്ന് 40 വരെ 6 മിനിറ്റ് എടുത്തു. ടെമ്പറേച്ചർ സറൗണ്ടിങ് 10 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് 6 മിനിറ്റ് കഴിയുമ്പോൾ ടെമ്പറേച്ചർ എത്രയാണ്? അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പ്രകാരം നമുക്ക് θ1 - θ2 ഡിവൈഡഡ് ബൈ T which is equal to a constant K into θ1 plus θ2 divided by 2 minus θ0. ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ ഫസ്റ്റ് കേസിൽ 60 - 40 20/6 which is equal to a constant K into അവിടെ 20 + 60 40 100 ആയി. ഇപ്പോൾ 100/50 50 - 10. അപ്പോൾ 20/6 is equal to എന്ത് കിട്ടി? K × 40. ഇക്വേഷൻ നമ്പർ 1. രണ്ടാമത്തെ കേസിൽ 40യിൽ നിന്ന് ഏതൊരു ടെമ്പറേച്ചറിലേക്ക് വന്നു. അപ്പോൾ 40 - θ ഡിവൈഡഡ് ബൈ 6 which is equal to K × 40 plus θ by 2 minus സറൗണ്ടിങ് ടെമ്പറേച്ചർ 10 അല്ലേ. 10. ഈ 2 ഇക്വേഷനോടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 2/1 എടുത്താലോ. ഇതിന് നമുക്ക് വേണമെങ്കിൽ 40 minus θ divided by 6 is equal to K into 40 plus θ minus 20 divided by 2. അപ്പോൾ എത്ര വരും? 40 minus θ divided by 6 is equal to K into 40 minus 20 10. അപ്പോൾ 10 plus θ by 2 അല്ലേ. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് എടുക്കുക. ഇക്വേഷൻ 1/2 എടുക്കുക. 20 divided by 40 minus θ which is equal to 40 divided by 10 plus θ by 2.
അല്ലേ? ക്രോസ് ചെയ്താൽ 10 പ്ലസ് തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു 18 മൈനസ് 2 തീറ്റ. അപ്പോൾ ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ 2 തീറ്റ പ്ലസ് തീറ്റ ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 70 അല്ലേ? അപ്പോൾ 5 തീറ്റ ബൈ 2 ഈസ് ഈക്വൽ ടു 70. അപ്പോൾ 5 തീറ്റ ഈക്വൽ ടു എത്ര? 140. അപ്പോൾ തീറ്റ 140 ബൈ 5 140/5 ഇപ്പോൾ 28 വരും. 28 ഡിഗ്രി വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 28. പിന്നെ ഇൻറ്റീജർ ആൻസർ 28 ആണ്. 28. അടുത്ത ക്വസ്റ്റ്യൻ. എ സോൾഡ് സ്പിയർ ഓഫ് മാസ് 2 കിലോഗ്രാം ഈസ് മേക്കിംഗ് പ്യുവർ റോളിംഗ് ആണ് ഹൊറിസോണ്ടലി വിത്ത് കൈനറ്റിക് എനർജി 2240 ജൂളാണ്. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് എത്രയാണ്? അപ്പോൾ പ്യുവർ റോളിങ്ങിൽ ടോട്ടൽ കൈനറ്റിക് എനർജി എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ടോട്ടൽ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു PCM സ്ക്വയർ ഇൻറ്റു ബീറ്റ എന്ന് എഴുതാം. ബീറ്റ റോളിംഗ് ഫാക്ടറാണ്. സ്പിയറിൻ്റെ റോളിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 7/5 ആണ്. 7/5. അപ്പോൾ ഇതെന്ത് കിട്ടി? കൈനറ്റിക് എനർജി ടോട്ടൽ തന്നിട്ടുണ്ട് 2240 വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം എത്രയാണ്? 2 കിലോഗ്രാം. 2 ഇൻറ്റു സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി അറിയത്തില്ല, PCM സ്ക്വയർ അതാണ് വേണ്ടത്, ഇൻറ്റു 7/5. നമുക്കിവിടെ നിന്ന് ഒരു ടൂവും കട്ടായി. അപ്പോൾ 5 ഇൻറ്റു 2240 വിച്ച് ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു PCM സ്ക്വയർ. അപ്പോൾ PCM സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്ര വരും? 5 ഇൻറ്റു 2240 ഡിവൈഡഡ് ബൈ 7. ഇത് PCM സ്ക്വയർ ആയിട്ട് കിട്ടും. 1600 എന്ന് വരും. അതിൽ നിന്ന് സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്പീഡ് VCM എടുക്കുമ്പോൾ റൂട്ട് 1600 കൊടുക്കുക. റൂട്ട് 1600 എന്ന് പറഞ്ഞാൽ 40 വരും. അപ്പോൾ സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്പീഡ് 40 മീറ്റർ പെർ സെക്കൻഡ്, 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 40 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത 0.4 kilogram mass take 8 seconds to reach the ground when dropped from a certain height P above the surface. Loss in potential energy in the last second of all. അപ്പോൾ ലാസ്റ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് മൊത്തം 8 സെക്കൻഡാണ്. അപ്പോൾ ലാസ്റ്റ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയെന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എനിക്ക് mgh വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ലാസ്റ്റ് സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് SN വിച്ച് ഈസ് ഈക്വൽ ടു U പ്ലസ് G/2 ഇൻറ്റു 2 ഇൻറ്റു n മൈനസ് 1. ആ n 8 കൊടുക്കാം. അപ്പോൾ G10 എന്ന് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10/2 ഇൻറ്റു 2 ഇൻറ്റു 8 മൈനസ് 1. അപ്പോൾ 5 ഇൻറ്റു 15. ഇത് 5 വരും, 15 ഇൻറ്റു 5. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് സെക്കൻഡിൽ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 15 ആണ്. 15 ഇൻറ്റു 5 75 വരും അല്ലേ? 75 മീറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഇൻ ലാസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ലാസ്റ്റ് സെക്കൻഡിലെ ലോസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി അത് നമുക്ക് mgh എടുത്താൽ മതി. ഡെൽറ്റ M ഈസ് ഈക്വൽ ടു mgh. അപ്പോൾ M എത്രയാണ്? 1 കിലോ 0.4. G10 ആണ് 75. അപ്പോൾ 75 ഇൻറ്റു 4 എത്ര വരും? 300 വരും. 300 ജൂളായിരിക്കും ലോസ് ഇൻ പൊട്ടൻഷ്യൽ 300. ഇപ്പോൾ ഇൻറ്റീജർ ആൻസർ ന്യൂമറിക്കലി 300 വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ടെന്നീസ് ബോൾ ഡ്രോപ്ഡ് ഓൺ ദ ഫ്ലോർ ഫ്രം എ ഹൈറ്റ് ഓഫ് 9.8 meter. Rebounded to a height of 5 meter. Ball comes in contact with the floor for 0.2 second. അങ്ങനെയാണെങ്കിൽ ആവറേജ് ആക്സലറേഷൻ. ഇപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എടുത്താൽ മതി. ഇപ്പോൾ ഫസ്റ്റ് കേസിൽ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ
ഇത്ര ഹൈറ്റ് h1 ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പീഡ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് v1 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ v1 ഈക്വൽ ടു √2gh1. അപ്പോൾ √2 ഇൻറ്റു g10 എന്ന് വിളിക്കാം. h1 എന്ന് പറയുന്നത് എത്രയാണ്? 9.8. അപ്പോൾ 9.8 ഇൻറ്റു 10 98. 98ന് 196. 196 ആകുമ്പോൾ 14 ആയി. ഇപ്പോൾ 14 മീറ്റർ പെർ സെക്കൻഡാണ് ആദ്യത്തെ സ്പീഡ്. ഡയറക്ഷൻ ഡൗൺവാർഡാണ്. അടുത്തത് 0.5 മീറ്ററിലാണ് പിന്നെ പോകുന്നത്. അപ്പോൾ അടുത്ത ഫൈനൽ സ്പീഡ് v2 √2gh2. അപ്പോൾ വീണ്ടും ഇത്ര ഹൈറ്റ് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എനർജി കൺസർവേഷൻ എഴുതി കഴിഞ്ഞാൽ ഇത് ഫൈനൽ സ്പീഡ് v2, ഇത് ഇനിഷ്യൽ സ്പീഡ് v1 ആണ്. v2 എന്ത് വരും? v2 ഈസ് ഈക്വൽ ടു അവിടെ √2gh2 കൊടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു 10 ഇൻറ്റു h2 5 ആണ്. അപ്പോൾ ഇത് 10 എന്ന് കിട്ടി. അപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്പീഡ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ചേഞ്ച് എടുക്കുന്ന സമയത്ത് ഡെൽറ്റ വി ആക്സിലറേഷൻ, ആവറേജ് ആക്സിലറേഷൻ എ ആവറേജ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി വെക്റ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടി. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഇത് രണ്ടും ആൻറ്റി പാരലാണ്. അപ്പോൾ നമുക്ക് v2 + v1 എടുത്താൽ മതി. ചേഞ്ച് മാക്സിമം ആയിരിക്കും ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി മാക്സിമം ആണ്, അത് 24 വരും. ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്നത് 0.2 സെക്കൻഡ്. 0.2 സെക്കൻഡ്. 0.2. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 2/10. 2 ഇൻറ്റു 10⁻⁻1. അപ്പോൾ 240/2. അപ്പോൾ 120 ആയിരിക്കും ഇതിൻ്റെ ആവറേജ് ആക്സിലറേഷൻ. 120 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 120ലേക്ക് വരും ആൻസർ എന്ന് പറയുന്നത്. 120 120. അടുത്ത് നെക്സ്റ്റ്, എ പോയിന്റ് ചാർജ് q1 4q0 placed at origin, another point charge -q0 placed at 12 cm. Charge of proton q0. The proton placed on x-axis so that electric force on the proton 0 ആവണം. പൊസിഷൻ ഓഫ് പ്രോട്ടോൺ ഫ്രം ഒറിജിൻ എത്രയെന്നാണ് ചോദ്യം. ഒരു പോയിന്റ് ചാർജ് 4q0, ഒരു പോയിന്റ് ചാർജ് 4q0 ഒറിജിനിൽ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം? അനദർ പോയിന്റ് ചാർജ് -q0 പ്ലേസ്ഡ് അറ്റ് 12 cm. ഇപ്പോൾ -q0 12 cm അകലത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ചോദ്യം എന്താണ്? ചാർജ് ഓഫ് പ്രോട്ടോൺ ഈസ് q0, ദ പ്രോട്ടോൺ ഈസ് പ്ലേസ്ഡ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ വെച്ചിട്ട് അതിലെ നെറ്റ് ചാർജ് എന്താവണം? 0 ആവണം. ഇവിടെ ഒരു പ്രോട്ടോൺ. അപ്പോൾ ഈ ദൂരം എക്സ് എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള ദൂരം എടുത്താൽ 12 + x. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് പ്രോട്ടോൺ ഫ്രം ഒറിജിൻ എത്രയെന്നാണ്. അപ്പോൾ ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടുത്തെ റിസൾട്ടൻ്റ് ഫോഴ്സ് നമ്മൾ നോക്കുമ്പോൾ ഇതാ ഈ 4q0 ഈ q0 എന്ത് ചെയ്യും? ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും. ഇവൻ ഇതിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 4q0 കൊടുക്കുന്ന ഫോഴ്സ് F1 എന്നും മറ്റേത് F2 എന്ന് വിളിച്ചാൽ F1 - F2 = 0 ആണ്. അപ്പോൾ F1 എന്ന് പറയുന്നത് നമുക്ക് മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ k × 4q0 ഡിവൈഡഡ് ബൈ 12 + x ² which is equal to F2ൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ q × q0 മാഗ്നിറ്റ്യൂഡ് ആണ് കൂളോംസ് ലോ ബൈ x². അപ്പോൾ ഈ q0 k വെട്ടിപ്പോയി. അപ്പോൾ രണ്ട് സ്ഥലത്ത് റൂട്ട് എടുത്താൽ 2 ഡിവൈഡഡ് ബൈ 12 + x ഈസ് ഈക്വൽ ടു 1/x എന്ന് കിട്ടി. ഇതിൽ നിന്ന് x ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ എത്ര കിട്ടി? 2x ഈസ് ഈക്വൽ ടു 12 + x. അപ്പോൾ x ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടി. അപ്പോൾ ഇത് 12 എന്ന് കിട്ടി. അപ്പോൾ ഒറിജിനിൽ നിന്നുള്ള ഈ ദൂരം എന്ത് വരും? പ്രോട്ടോണിന് ഈ ഒറിജിനിൽ നിന്നുള്ള ദൂരം. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ, പ്രോട്ടോണിൻ്റെ ഡിസ്റ്റൻസ് x + 12 ആണ്. അപ്പോൾ 12 + 12 24 cm.
അപ്പോൾ ഒറിജിനിൽ നിന്ന് ആ പ്രോട്ടോൺ വയ്ക്കേണ്ട അകലം 24 സെൻറ്റിമീറ്റർ ആണ്. ഈ നെഗറ്റീവ് ചാർജ് ചെയ്യുന്നത് 12 സെൻറ്റിമീറ്റർ അകലത്തിൽ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് 24. അടുത്ത് ഇൻ എ മീറ്റർ ബ്രിഡ്ജ് എക്സ്പെരിമെൻറ്റ് ബാലൻസ് പോയിൻ്റ് ഒബ്റ്റൈൻഡ് ഇഫ് ഗ്യാപ്സ് ആർ ക്ലോസ്ഡ് ബൈ 2 and 3. അപ്പോൾ റൈറ്റ് ഗ്യാപ്പും ലെഫ്റ്റ് ഗ്യാപ്പും 2ഉം 3ഉം വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ബാലൻസ് ലെങ്ത് എത്രയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി P/Q, ഇപ്പോൾ 2/3 = L/R/S ആണ്. അപ്പോൾ അവിടുത്തെ ബാലൻസ് ലെങ്ത് L ആണെങ്കിൽ ഇവിടെ 100 - L വരും. അപ്പോൾ ഇത് നമുക്ക് 200 - 2L = 3L എന്ന് വരും. അപ്പോൾ 200 = എത്ര കിട്ടും? 5L. അപ്പോൾ ബാലൻസ് ലെങ്ത് വരുന്നത് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ 40 സെൻറ്റിമീറ്റർ ബാലൻസ് ലെങ്ത് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഷണ്ട് ഓഫ് എക്സ് ഓം 3M ആഡ് ചെയ്തപ്പോൾ ബാലൻസ് ലെങ്ത് 22.5 ആയിട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത ഇക്വേഷൻ എഴുതുമ്പോൾ എങ്കിൽ ആ എക്സ് എത്രയെന്നാണ്. അപ്പോൾ നമ്മൾ അടുത്ത പാരലായിട്ടൊരു റെസിസ്റ്റർ യൂസ് ചെയ്യുകയാണ്. ആ റെസിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2/3 കെക്കോറോഹാസ്റ്റ് ഒരു പാരൽ റെസിസ്റ്റർ യൂസ് ചെയ്യുമ്പോൾ 3x/3 + x. അപ്പോൾ ബാലൻസ് പോയിൻ്റ് 40 എന്നുള്ളത് 22.5 ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ 40 + 22.5. അപ്പോൾ നേരത്തെ 60 ആയിരിക്കുമല്ലോ ഇപ്പുറത്തുള്ള ദൂരം, അത് 60 - 22.5 ആവും. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് 62.5/37.5. അവിടെ ഓക്കെ. അപ്പോൾ 62.5/37.5 എന്നായി. ഇതിൽ നിന്ന് എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇത് 5/3. അപ്പോൾ 3 + x into 2/3x which is equal to 5/3. അപ്പോൾ 6 + 2x/3x which is equal to 5/3. ക്രോസ് ചെയ്താലോ? 18 + RX which is equal to 15x. അപ്പോൾ 18 = എത്ര വരും? 15 9x. അപ്പോൾ x is equal to 18/9 എത്രയാണ്? 2. അപ്പോൾ അവിടെ ആ 3 അക്രോസ് ആയിട്ട് ഷണ്ട് ചെയ്തിരിക്കുന്നത് 2 ohm റെസിസ്റ്റർ ആയിരിക്കും. എക്സ് ഈസ് ആഡഡ് ടു 3 ohm റെസിസ്റ്റർ. ബാലൻസ് പോയിന്റ് അപ്പോൾ ആദ്യം 40 സെൻറ്റിമീറ്ററിലായിരുന്നു ബാലൻസ് കിട്ടിയത്. അപ്പോൾ ഒരു എൻ്റെ 40 ആണ്, ഇപ്പുറത്ത് 60 ആണ്. അതിന് ഷണ്ട് ചെയ്യുമ്പോൾ 22.5 ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ 40 എന്നുള്ളത് 62.5 60 എന്നുള്ളത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഷണ്ടിൻ്റെ വില 2 ohm ആണ്. 2 ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത് a certain elastic conducting material stretched into a circular loop. It is placed with its plane perpendicular to uniform magnetic field. When released, the radius of the loop starts shrinking at a rate 2 cm raised to -1. The induced EMF in the loop when radius of loop is 10 cm. അപ്പോൾ ഇവിടെ റേഡിയസ് അല്ലേ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു A × B ആണ്. മാക്സിമം ഫ്ലക്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് 1 എന്ന് എടുക്കുക, ഏരിയ πr² × B എന്ന് എടുക്കുക. അപ്പോൾ ഇ എം എഫിൻ്റെ എമൗണ്ട് dφ/dt. അപ്പോൾ ഇവിടെ d/dt ഓഫ് πr² × B എടുക്കുമ്പോൾ π × B എടുത്തിട്ട് d/dt ഓഫ് r² എടുക്കും, which is equal to π × B × 2r × dr/dt എന്ന് വരും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അപ്പോൾ റേഡിയസ് തന്നിട്ടുണ്ട്
ഫീൽഡ് റേഡിയസ് സ്രിങ്ക് ചെയ്യുന്ന റേറ്റ് 2 cm/-1 ആണ്. ഇത് 2 cm/-1 ആണ്. അപ്പോൾ പൈ ഇൻറ്റു ബി, ബിയുടെ വില എത്രയാണ്? 0.8 ഇൻറ്റു 2 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 10 cm. 10 ഇൻറ്റു 10⁻⁻2 ഇൻറ്റു 2 cm/-1. അപ്പോൾ ഇത് 0.8 ഇൻറ്റു 10 8ആയി. 8 2 16 16 പൈ ഇൻറ്റു 2 ഇൻറ്റു 10⁻⁻4. അപ്പോൾ ഇത് 32 പൈ ഇൻറ്റു 10⁻⁻4 32 പൈ എന്ന് വരും. അപ്രോക്സിമേറ്റ് 100 വരും. മില്ലി വോൾട്ടിലാണ് ആൻസർ വേണ്ടത് അല്ലേ? മില്ലി വോൾട്ടിലാണ് ആൻസർ വേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 10⁻⁻2 വോൾട്ട് നിയർലി. ഇത് നമുക്ക് 10 × 10⁻³ വോൾട്ട് എന്ന് എഴുതാം അല്ലേ? 10 × 10⁻³ എന്ന് വെച്ചാൽ 10⁻² ആണ്. അപ്പോൾ ഇത് 10 മില്ലി വോൾട്ട്. വരും. ഓക്കെ, നെക്സ്റ്റ്. As shown in figure, 3 identical Polaroid P1, P2, P3 are placed one after another. The path axis of P2, P3 are inclined 60 degree and 90 degree with P1. അപ്പോൾ P1-ഉമായിട്ട് ഇത് 60-ലും ഇത് 90-ലുമാണ്. അപ്പോൾ P2-ഉം P3-യും തമ്മിലുള്ള ഇത് വരുമ്പോൾ എന്ത് വരും? ഇത് നമ്മളുടെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ 30 ഡിഗ്രി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലാസ്റ്റിൽ നിന്ന് എത്രത്തോളം ഇൻറ്റൻസിറ്റി കിട്ടുമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് പോളറോയിഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇൻറ്റൻസിറ്റി I0/2 ആണ്. ഇതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് I0/2 cos² 60 ആണ്. അതെത്ര വരും? I0/2 ഇൻറ്റു cos 60 1/2. 1/2ൻ്റെ സ്ക്വയർ 1/4. I0/8. ഈ I0/8ഉം ഇത് നമ്മൾ 30 ഡിഗ്രിയാണ്. അപ്പോൾ ലാസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങുന്നത് I0/8 ഇൻറ്റു cos² 30, which is equal to I0/8 ഇൻറ്റു cos² 30 √3/2ൻ്റെ സ്ക്വയർ അല്ലേ? √3/2ൻ്റെ സ്ക്വയർ. അപ്പോൾ 3/4 വരും. അപ്പോൾ 3I0 ഡിവൈഡഡ് ബൈ 32. ഇതായിരിക്കും ലാസ്റ്റ് ഇൻറ്റൻസിറ്റി ഫ്രം ദ തേർഡ് പോളറോയിഡ്. 3 I0/32. I0 256 Watt/m² ആണ്. 256. 3 ഇൻറ്റു 256/32 ഇത്രയും വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ന് വരും. അപ്പോൾ ലാസ്റ്റ് അതായത് ഇനിഷ്യൽ ഇൻറ്റൻസിറ്റി 256 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കറക്റ്റ് 24 Watt/m². അപ്പോൾ ഇതും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. പക്ഷേ ഇത് 60യും ഇത് 90യിലാണെങ്കിൽ ഇതിൻ്റെ പോളറോയി അപ്പോൾ പാസ് ആക്സിസും ഇതിൻ്റെ പാക്സ് ആക്സിസും തമ്മിൽ 30 ഡിഗ്രി വരും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് എത്രയാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് 24. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിരുന്നു. എല്ലാം NCERTയിലെ ഡയറക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.